നല്ല മഴയുമുണ്ട് കോഴിക്കോട്. ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ സജീവമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ 49 വർഷങ്ങൾക്ക് മുമ്പ് രാജ്യം അഭിമുഖീകരിച്ചിരുന്ന ഒരു വലിയ പ്രശ്നത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാനിടയായത്. ഇന്ന് എല്ലാവരും സോഷ്യൽ മീഡിയ സുലഭമായി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പക്ഷേ ചരിത്രത്തിന്റെ ഏടുകളിൽ മറക്കപ്പെട്ട ഒരുപാട് വസ്തുതകൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, അറിയുന്നു. അതിനെതിരെ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനും അത് നമ്മുടെ മെന്റൽ സാറ്റിസ്ഫാക്ഷനോട് കൂടി തന്നെ രേഖപ്പെടുത്താനും സാധിക്കുന്നുണ്ട്. നമ്മൾ ഇന്നു മുഴുവനും സോഷ്യൽ മീഡിയയിലൂടെ കേട്ട പദമാണ് അടിയന്തരാവസ്ഥ. പലപ്പോഴും പലയിടങ്ങളിലും നമ്മൾ പ്രയോഗിച്ചിട്ടുണ്ട്. ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെയോ അതല്ല രാഷ്ട്രീയ സാമൂഹിക ഏതെങ്കിലും ക്രമത്തെ ആ രൂപത്തിലുള്ള സമ്പദ്ഘടനയെയോ ഒക്കെ അട്ടിമറിച്ചേക്കാവുന്ന എന്തെങ്കിലും ഒരു അവിചാരിതമായി അപ്രതീക്ഷിതമായി ഒരു സംഭവം ഉണ്ടാകുന്നു. അതിന് അടിയന്തരമായ ഒരു പരിഹാരം അനിവാര്യമായി വരുന്ന ഒരു ഘട്ടത്തിൽ ആ രാജ്യത്തിന്റെ ഭരണകൂടം രാജ്യത്തെ ഭരണഘടനയിലെ വകുപ്പുകൾ അനുസരിച്ച് ഒരു താൽക്കാലികമായി ചില ഭരണ സംവിധാനം റദ്ദു ചെയ്യും. പലരുടെയും ഭരണ സംവിധാനത്തിന്റെയും അവകാശങ്ങളിൽ മാറ്റത്തിരുത്തലുകൾ വരും. അപ്പോഴത്തെ പ്രത്യേക അവസ്ഥയെ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക എന്നതായിരിക്കും ഒരേ ഒരു ലക്ഷ്യം. അതിനാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. ആഭ്യന്തര കലാപമാകട്ടെ, പ്രകൃതിക്ഷോഭമാകട്ടെ, അതല്ലെങ്കിൽ യുദ്ധപ്രഖ്യാപനമാകട്ടെ, അതിനെയൊക്കെ തുടർന്ന് ഇപ്പൊ കൊറോണ വൈറസ് ഒക്കെ വന്നില്ല, പക്ഷെ നമ്മുടെ രാജ്യത്ത് അത് ഉണ്ടായില്ലെന്നേ ഉള്ളൂ. അപ്പോ അതിനെയൊക്കെ സംബന്ധിച്ചുണ്ടാകുന്ന അതിനെ തുടർന്ന് നമ്മുടെ സ്ഥിരമായി പോകുന്ന രൂപത്തിൽ രാജ്യം പോകത്തില്ല. അപ്പോ അതിനെയൊക്കെ ഒന്ന് ക്രമപ്പെടുത്തുന്നതിന് വേണ്ടിയും എങ്ങനെയാണ് ആ പ്രതിസന്ധിയെ നമ്മുടെ പ്രതിരോധിക്കുന്നത് എന്നതിനുമൊക്കെ കൂടിയാണ് അപ്പോഴുള്ള അവസ്ഥയെ തൽക്കാലത്തേക്കൊന്ന് അസ്ഥിരപ്പെടുത്തുന്നത് അടിയന്തരാവസ്ഥ. അത് 1975 ഇന്ദിരാഗാന്ധിയാണ് ഈ അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത്. അതോടുകൂടിയാണ് നമ്മുടെ രാജ്യത്തും ഈ അടിയന്തരാവസ്ഥ കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാകുന്നത്. ഇവിടെ ഇന്ന് 49 വർഷം തികഞ്ഞിരിക്കുന്നു ഒരു അടിയന്തരാവസ്ഥ. ഏതാണ്ട് രാഷ്ട്രം വിറങ്ങലിച്ച കറുത്ത ഭാരതമായ ദിവസം എന്നാണ് ആ ദിവസത്തെ അറിയപ്പെടുന്നത്. രാഷ്ട്രം ഫാസിസത്തിനെതിരെ നടത്തിയ ധീരമായ പോരാട്ടത്തിന്റെ സ്മരണകൾ ഉയർത്തി നമ്മൾ ഇന്ന് അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. രാജ്യസ്നേഹികളെ സംബന്ധിച്ചിടത്തോളം ഇത് അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനമാണ്. അതായത് 49 വർഷങ്ങൾക്ക് മുമ്പ് 1975 ജൂൺ 25, 26 തീയതികളിൽ രാത്രിയാണ് അന്നത്തെ ഇന്ദിരാഗാന്ധി സർക്കാർ ഭാരതത്തിൽ ഒരു ദേശീയ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുന്നത്. 1975 അടിയന്തരാവസ്ഥ അന്നുവരെയുള്ള 3ാമത്തെ ദേശീയ അടിയന്തരാവസ്ഥയായിരുന്നു. ആദ്യത്തേത് 1962 ചൈന ഇന്ത്യയെ ആക്രമിച്ച സമയത്ത്, രണ്ടാമത്തേത് 1971 പാകിസ്ഥാനുമായിട്ടുള്ള ബംഗ്ലാദേശിന്റെ വിമോചന യുദ്ധ സമയത്തുമായിരുന്നു. ഇതൊക്കെ അനിവാര്യമായ ഘട്ടങ്ങളിലായിരുന്നു അതൊക്കെ സംഭവിച്ചത്. പക്ഷേ ഇന്ദിരാ ഫാസിസം എന്നാണ് 3ാമത്തെ അടിയന്തരാവസ്ഥയെ ലോകം വിളിക്കുന്നത്. 3ാം ദേശീയ അടിയന്തരാവസ്ഥ 1977 മാർച്ച് 21 തീയതി അത് പിൻവലിക്കുന്നത് വരെ 21 മാസക്കാലം നിലനിന്നു. ആഭ്യന്തരമായ അസ്വസ്ഥതകൾ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന പ്രഖ്യാപനത്തോടെ ഇന്ദിരയുടെ കുറച്ച് കൂലിപ്പട്ടാളക്കാർ അന്നത്തെ രാഷ്ട്രപതി ഫഖറുദ്ദീൻ അലി അഹമ്മദ് 1975 അടിയന്തരാവസ്ഥ നിയമവിധേയമാക്കി കൊണ്ടുവന്നു. രാഷ്ട്രപതി
ബാത്ടബിൽ കിടന്നുകൊണ്ട് ഒപ്പിടുന്ന അബു എബ്രഹാം വരച്ച കാർട്ടൂൺ ഈ വിധേയത്വത്തിന്റെ നിത്യസ്മാരകമാണ് എന്ന് പറയപ്പെടുന്നു. ആ കാർട്ടൂൺ ചിത്രം ഇന്നും സോഷ്യൽ മീഡിയയിൽ സുലഭമായും വ്യാപകമായും പ്രചരിക്കുന്നുണ്ട്. നമുക്കത് കിട്ടും. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352 അനുസരിച്ചിട്ടാണ് രാഷ്ട്രപതിക്ക് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഉതകുന്നത്. യുദ്ധം, ബാഹ്യ ആക്രമണം അല്ലെങ്കിൽ സായുധ കലാപം ഇതൊക്കെ കാരണം ഇന്ത്യയുടെ അതല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉണ്ടാകുന്ന സമയത്ത് ദേശീയ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താം. ഇതാണ് ചട്ടം നമ്മുടെ നാടിന്റെ. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ രേഖാമൂലമുള്ള അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതിക്ക് അത്തരം ഒരു അടിയന്തരാവസ്ഥ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. ഭാരതത്തിന്റെ ഭരണഘടന അനുസരിച്ച് സാഹചര്യം ആവശ്യപ്പെടുമ്പോഴെല്ലാം യൂണിയൻ ഗവൺമെന്റിനെ ഏകീകൃത ഗവൺമെന്റിന്റെ ശക്തി നേടാൻ ഭരണഘടന തന്നെ പ്രാപ്തമാക്കുന്ന രൂപത്തിലാണ് അടിയന്തരാവസ്ഥ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ഇന്ത്യയുടെ സാമ്പത്തിക സുസ്ഥിരതയ്ക്കോ അതിന്റെ ക്രെഡിറ്റിനോ രാജ്യത്തിന്റെയോ അതിന്റെ ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെയെങ്കിലും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ഭീഷണി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 360 അനുസരിച്ച് രാഷ്ട്രപതിക്ക് ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കും. പക്ഷേ 1975 മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ ഇതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനം ഇന്ന് രാജ്യസ്നേഹികൾ ആചരിക്കുന്നത്. 1971 റായ്ബറേലിയിൽ നിന്നുള്ള ഇന്ദിരയുടെ തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്ത് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ രാജ് നാരായണൻ കേസ് കൊടുക്കുന്നു. 1975 ജൂൺ 12 അലഹബാദ് ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളുടെ അടിസ്ഥാനത്തിൽ ഗാന്ധിയുടെ മണ്ഡലത്തിലെ ഫലം അസാധുവാക്കുന്നു. രാജിവെക്കുന്നതിന് പകരം ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ജനാധിപത്യത്തെ സസ്പെൻഡ് ചെയ്യുകയും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മുഴുവനും നിയമവിരുദ്ധമാക്കുകയും ചെയ്തു. 1975 അടിയന്തരാവസ്ഥ കാലത്ത് പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയും സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ തകർക്കുകയും പത്രങ്ങൾ സെൻസർ ചെയ്യുകയും ചെയ്തു. അതായത് അതുകൊണ്ടാണ് ജനാധിപത്യത്തെ തകർക്കുന്ന, ജനാധിപത്യത്തെ ചവിട്ടിയരയ്ക്കുന്ന, ഭരണഘടനയെ പിച്ചിക്കീറുന്ന രൂപത്തിൽ ഒരു നിയമം അന്നവർ കൊണ്ടുവന്നു. ചില നിയമങ്ങൾ സർക്കാരിന് യോജിച്ച രീതിയിൽ തിരുത്തിയെഴുതി. MISA പോലെയുള്ള ക്രൂരമായ നിയമങ്ങൾക്ക് കുറച്ചുകൂടി ശക്തി പകർന്നു. മൗലിക അവകാശങ്ങൾ നടപ്പാക്കുന്നതിനായി കോടതിയെ സമീപിക്കാനുള്ള അവകാശം സർക്കാർ താൽക്കാലികമായി നിർത്തിവെച്ചു. മൗലിക അവകാശങ്ങൾ റദ്ദാക്കിയതോടെ പ്രതിപക്ഷ നേതാക്കളായ വിജയരാജെ സിന്ധ്യ, ജയപ്രകാശ് നാരായണൻ, മൊറാർജി ദേശായി, ചൗധരി ചരൺ സിംഗ്, അടൽ ബിഹാരി വാജ്പേയി, ലാൽകൃഷ്ണ അദ്വാനി ഇത്രയും ആളുകൾ ഉൾപ്പെടെ നിരവധി പൗരന്മാരും പത്രപ്രവർത്തകരും രാഷ്ട്രീയക്കാരും വിചാരണ കൂടാതെ അറസ്റ്റിലാകുകയും ചെയ്തു. രാഷ്ട്രീയ എതിരാളികള്, ആക്ടിവിസ്റ്റുകള്, പത്രപ്രവർത്തകര്, എഴുത്തുകാര് ഇവരുടെ കിരാതമായ തേർവാഴ്ചയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന സാധാരണ പൗരന്മാർ ഇവരെയൊക്കെ ഉൾപ്പെടുത്തി 1,40,000-ത്തിലധികം ആളുകളെ ഏകപക്ഷീയമായി അറസ്റ്റ് ചെയ്ത് തടവിൽ വെച്ചു. പക്ഷേ ഇതാണ് ഫാസിസം കേട്ടോ. ചരിത്രം മറനീക്കി പുറത്തു വരുമ്പോൾ എന്താണ് ഫാസിസം എന്ന് ലോകം അറിയാൻ ഓരോ സാഹചര്യങ്ങൾ ഒരുങ്ങും.
ഫാസിസത്തിന്റെ ഈ അന്ധകാരത്തിനിടയിൽ ഇന്ത്യൻ ജനത അതിന്റെ അചഞ്ചലമായ ധൈര്യവും പ്രതിരോധവും പ്രകടിപ്പിച്ചു. ജയപ്രകാശ് നാരായണനും മൊറാർജി ദേശായിയും അടൽ ബിഹാരി വാജ്പേയിയും LK അദ്വാനിയും തുടങ്ങിയ നേതാക്കൾ ഈ സ്വേച്ഛാധിപത്യ വാഴ്ചയ്ക്കെതിരെ രാജ്യത്തെ ജനതയെ കൺവിൻസ് ചെയ്യുകയും ആ ജനതയെ അണിനിരത്തി പ്രതിഷേധങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഈ പ്രതിഷേധത്തിന്റെയും പ്രതിരോധത്തിന്റെയും ചാലക ശക്തിയായി അന്നത്തെ രാഷ്ട്രീയ സ്വയം സേവക സംഘം നിലകൊണ്ടു. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ നവനിർമാൺ എന്ന പ്രസ്ഥാനം അടിയന്തരാവസ്ഥയെ ചെറുക്കുന്നതിൽ മുന്നിൽ നിന്നു. മാധ്യമ സെൻസർഷിപ്പ് ഉണ്ടായിരുന്നിട്ടും ധീരന്മാരായ പത്രപ്രവർത്തകരും കുരുക്ഷേത്ര പോലെയുള്ള രഹസ്യ പ്രസിദ്ധീകരണങ്ങളും ഈ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും പൊതുജന അഭിപ്രായം സമാഹരിക്കുന്നതിലും നിർണായകമായ പങ്ക് വഹിച്ചു. അതായത് മുക്കിലും മൂലയിലും വരെ രാജ്യത്തിന്റെ ഈ അവസ്ഥയെ സംബന്ധിച്ചും എന്തിനു വേണ്ടിയായിരുന്നു ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നതിനെ സംബന്ധിച്ചും ജനങ്ങളെ